സൊമാലിയൻ തീരത്ത് ലൈബീരിയൻ പതാകയുള്ള കപ്പൽ തട്ടിക്കൊണ്ടുപോയി. കപ്പലിലെ ജീവനക്കാരിൽ 15 പേർ ഇന്ത്യക്കാരാണ്. സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഈ സൈബീരിയൻ പതാകയുള്ള കപ്പലാണല്ലോ സൊമാലിയൻ തീരത്ത് പോയിരിക്കുന്നത്. 15 ഇന്ത്യക്കാരുണ്ട്. നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്? ഗോപി, ഇന്നലെ വൈകിട്ടാണ് നാവികസേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിക്കുന്നത്. 15 ഇന്ത്യക്കാരുള്ള കപ്പൽ അത് സൊമാലിയൻ തീരത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോയി. ഇത് കടൽ കൊള്ളക്കാരാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഏത് സംഘമാണ് ഇതിൽ പിന്നിലെന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ കപ്പലിലെ ജീവനക്കാരുമായി നാവികസേനയ്ക്ക് ആശയവിനിമയം നടത്താൻ സാധിച്ചു. അവരുടെ കപ്പലിലെ നീക്കം ഇപ്പോൾ സൂക്ഷ്മമായി തന്നെ നാവികസേന നിരീക്ഷിക്കുന്നുണ്ട്. നാവികസേനയുടെ എയർക്രാഫ്റ്റ് ഇപ്പോൾ കടലിലടക്കം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ INS ചെന്നൈ എന്ന കപ്പൽ ഇപ്പോൾ ഈ മേഖലയിലേക്ക് തിരിച്ചു എന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്നത്. ലൈബീരിയൻ പതാകയുള്ള MV ലീല എന്ന കപ്പലാണ് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതെന്ന് സംശയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. MV ലീല നോർഷ്ലോക്ക് എന്ന കപ്പലാണ് ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത്. എന്തായാലും നാവികസേന ഇപ്പോൾ ഇവരുമായി ആശയവിനിമയം നടത്തി ഇവരെ ഏത് ഭാഗത്തേക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് നാവികസേന ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 15 പേർ ഇന്ത്യക്കാരാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നാവികസേന അറിയിച്ചിരിക്കുന്ന വിവരം. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.